ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിൽ നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് 5 ടോപ്പ് 5 ആരൊക്കെയാണ് എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കി നോക്കാം. അനീഷാണ് ഫസ്റ്റ് പൊസിഷൻ നേടുക. അനുമോളോ അനീഷോ, പക്ഷെ ഭൂരിഭാഗവും അനീഷിന് കിട്ടാനാണ് സാധ്യത. നമ്മുടെ പ്രേക്ഷകർ, കേരളത്തിലെ പ്രേക്ഷകരെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷിന് ഫസ്റ്റ് കിട്ടാനാണ് സാധ്യത. കാരണം വളരെ സ്ട്രൈറ്റ് ഫോർവേഡായ ഒരു പേഴ്സണാണ്. പിന്നെ തെറി പറയാറില്ല, വായെടുത്ത തെറി പറയാറില്ല, മറ്റുള്ളവരെ നോവിക്കാറില്ല. ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ച് ഇത്രയും ദിവസം പടവെട്ടി വന്ന ആളാണ്. ഒരു ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളല്ല. അതുപോലെ തന്നെ സത്യം മാത്രമാണ്, എല്ലാ കാര്യത്തിലും സത്യം മാത്രമാണ് പറയുന്നത്. ചെറിയൊരു ഓർമ്മപ്പശകൻ്റെ ഇതുകൊണ്ട് 2-3 ദിവസങ്ങളൊക്കെയാണ് അയാൾ നുണ പറയുന്നത്. അതിനാണ് കുത്തിപ്പൊക്കി നിൽക്കുന്നത്. മുഖത്ത് നോക്കി ആരുടെയും എല്ലാ കാര്യവും പറയും. സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അവരെ സംബോധന ചെയ്യുന്നത് അവരെ പേരെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ലക്ഷ്മി, അനുമോൾ എന്ന് പറയുന്നത് ഡി പൊടി മറ്റവളെ എന്നൊന്നും പറയാറില്ല. അത് ആണുങ്ങളെയാണെങ്കിൽ ഡാ നീ പോടാ എന്നും പറയാം. ആര്യനെ ആണെങ്കിൽ പോലും ആര്യൻ എന്നൊക്കെ തന്നെ പറയണത്. എല്ലാവരെയും വിഷമം വന്നാൽ അവരെ പോയി ആശ്വസിപ്പിക്കും. ഫിസിക്കലായിട്ടുള്ള വയലൻസിലേക്ക് കടക്കില്ല. അയാളെ വേദനിപ്പിച്ചാൽ മാത്രമാണ് അയാൾ കടിച്ച് തന്നെ 2 പേര്. അത് ആ മൂക്ക് ശ്വാസം കിട്ടാതെ വന്നിട്ടാണ് അയാൾ കടിച്ചത്. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണമുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആർത്തി പിടിച്ച് വലിച്ചു വാരി കട്ടെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ട ക്വാളിറ്റീസ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടാൻ എന്തുകൊണ്ട് സാധ്യത അനീഷിന് തന്നെയാണ്. സെക്കൻഡ് കിട്ടുന്നത് അനുമോൾക്ക് തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രേക്ഷകർ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇമോഷൻ വളരെയധികം സ്നേഹസമ്പന്നയാണ് അനുമോൾ കേട്ടോ. അതുപോലെ തന്നെ അനുമോളെ കയ്യിൽ നിന്ന് മോശം വേർഡ്സുകളൊക്കെ വരാറുണ്ട് കേട്ടോ. അനീഷിൻ്റെ പോലെയല്ല, മോശം വേർഡ്സുകളൊക്കെ ആൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആരെയും കൂസില്ല. അതാണ് അനുമോളുടെ ഒരു ക്വാളിറ്റി. എന്താ വെച്ചാൽ ആരെയും പേടിക്കുകയില്ല. വരണോടത്ത് വെച്ച് കാണട്ടെ, എൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ പോലും ആരെയും പേടിക്കരുത്. അതിനിപ്പോൾ എന്ത്, വരണോടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള ലെവലിലാണ് അനുമോൾ നിൽക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ്. എൻ്റെ ഒരു തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ഞാനത് എനിക്ക് ആരെയും കൂസേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ധൈര്യം അത് ഭയങ്കര തന്നെയാണ്. ആത്മാർത്ഥത അയാൾ കാണിച്ചാൽ ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും. പിന്നെ അവരെ കുറ്റം പറയില്ല. ഇയാളെ കുറ്റം പറയുന്നത് ഇഷ്ടവുമില്ല. കരച്ചിൽ കാർഡ് എന്നൊരു കാർഡ് അനുമോൾ നന്നായി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ വ്യക്തിയായിരുന്നു ആദ്യം, ഇപ്പോൾ ഗ്രൂപ്പ് കളിയാണ്. പിന്നെ തെറ്റ് പറ്റിയാലും സമ്മതിക്കില്ല, പിടിച്ചു നിൽക്കും. ഞാൻ പിടിച്ച മോനെ 10 കൊമ്പ് എന്നുള്ള ലെവലിൽ പിടിച്ചു നിൽക്കും. വളരെ തന്ത്രശാലിയായിട്ട് കളിക്കുന്ന ആളാണ്. പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കും ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ക്യൂട്ട് ഫേസാണ്. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിട്ടുന്ന ബേസിക്ക് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അനുമോൾ. അടുത്ത 3ാമത്തെ പൊസിഷൻ കിട്ടാൻ പോകുന്നത് ഷാനവാസിന് തന്നെയാണ്. അഗ്രഷൻ കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്, വിഷമം, സങ്കടം, കരച്ചിൽ, ഇമോഷൻസ് ഇതൊക്കെ ഹയ്യസ്റ്റ് ആണ്, പീക്ക് ലെവലാണ്. പക്ഷേ ഭയങ്കര മാസ് ഡയലോഗും മാസുമാണ് ആൾ. ഇത്തരക്കാരെ നമുക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് പറഞ്ഞാലും ഇയാൾ അത് ശരിയാക്കി എടുക്കും. കേട്ടിരുന്നവർ ലാസ്റ്റ് വിചാരിക്കും ഞങ്ങളാണോ തെറ്റുകാരെ എന്ന് വിചാരിച്ചു പോകും. ഷാനവാസിൻ്റെ അതായത് ആടിനെ പട്ടിയാക്കുക എന്ന് പറയില്ലേ, കുബുദ്ധി നല്ല കൂടുതലാണ്, കാണാനും നല്ല എടുപ്പുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഷാനവാസും ഇത്തരത്തിൽ 3ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. നൂറയാണ് 4ാമത്. അത് ആൾക്കാരുടെ വോട്ട് കൊണ്ടൊന്നല്ല. ഇതിൽ ആദില പെട്ടിയെടുത്ത് പോവും. ആദിലയുടെയും നൂറയുടെയും വോട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് കൊടുക്കും. അതാണ് കുബുദ്ധി ഭയങ്കരമാണ് നൂറയ്ക്ക്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ആൾ പറയുന്നത്. നുണ നന്നായിട്ട് പറയുന്നുണ്ട്. സെൽഫിഷാണ് ആൾ. പിന്നെ വോട്ട് അധികമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 2 പേരും ഒന്നാക്കാനാണ് സാധ്യത. 5ാമത്തെ പൊസിഷൻ ആര്യനാണ്ട്. നല്ല ഗെയിമറാണ്. ജിസയിൽ വന്നതോടുകൂടിയാണ് ആ ഗെയിം ഇല്ലാതായിപ്പോയത്. പക്ഷെ നുണയനാണ്. ഗെയിമിന് വേണ്ടി എന്തും ആൾ ചെയ്യും. പക്ഷേ ആൾ അത്യാവശ്യം ക്യാഷുള്ള ടീമായതുകൊണ്ട് കാശ് ഇറക്കി കുറച്ച് വോട്ടൊക്കെ നേടാൻ സാധ്യതയുണ്ട്. 5th പൊസിഷൻ ആൾ തന്നെയാണ്. പക്ഷേ ആൾ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാവരും പ്രീതി പറ്റിയിട്ടുണ്ടാവും.